വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം. അവിടുന്ന് മോശയോട് അരുളി ചെയ്തു, നീയും അഹറോനും നാദാബ്, അബിഹു എന്നിവരും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരിൽ നിന്ന് 70 പേരും കർത്താവിന്റെ അടുക്കലേക്ക് കയറുവിൻ. നിങ്ങൾ അകലെ നിന്ന് ആരാധിക്കുവിൻ. മോശ മാത്രം കർത്താവിനെ സമീപിക്കട്ടെ, അവർ സമീപിക്കരുത്. ജനം അവനോടൊപ്പം കയറരുത്. മോശ ചെന്ന് കർത്താവിന്റെ എല്ലാ വചനങ്ങളും ന്യായപ്രമാണങ്ങളും ജനത്തോട് വിവരിച്ചു. ജനമെല്ലാം ഏകസ്വരമായി മറുപടി പറഞ്ഞു, കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തുകൊള്ളാം. മോശ കർത്താവിന്റെ വചനങ്ങളെല്ലാം എഴുതിവച്ചു. അവൻ അതിരാവിലെ എഴുന്നേറ്റ് മലയുടെ അടിവാരത്തിൽ ഒരു ബലിപീഠവും 12 ഇസ്രായേൽ ഗോത്രങ്ങൾക്കായി 12 തൂണുകളും നിർമ്മിച്ചു. അവൻ ഇസ്രായേലി യുവാക്കന്മാരെ അയച്ചു. അവർ ഹോമയാഗങ്ങൾ സമർപ്പിച്ചു. കർത്താവിന് സമാധാന ബലികളായി കാളകളെ അർപ്പിച്ചു. രക്തത്തിന്റെ പകുതിയെടുത്ത് മോശ പാത്രങ്ങളിൽ വച്ചു. രക്തത്തിന്റെ പകുതി ബലിപീഠത്തിന്മേൽ തളിക്കുകയും ചെയ്തു. അനന്തരം അവൻ ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനം കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തുകൊള്ളാം, ഞങ്ങൾ അനുസരിച്ചുകൊള്ളാം. അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ഈ വചനങ്ങളെല്ലാം അടിസ്ഥാനമാക്കി കർത്താവ് നിങ്ങളുമായി ചെയ്ത ഉടമ്പടിയുടെ രക്തം. അനന്തരം മോശയും അഹറോനും നാദാബ്, അബിഹു എന്നിവരും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരിൽ നിന്ന് 70 പേരും മുകളിലേക്കു കയറി. അവൻ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. അവിടുത്തെ പാദങ്ങൾക്കു കീഴെ ഇന്ദ്രനീല കൽപ്പാളി കൊണ്ടുള്ള ഒരു നിർമ്മിതി പോലെയും തെളിവാർന്ന ആകാശ നീലിമ പോലെയുമായിരുന്നു. ഇസ്രായേലി ശ്രേഷ്ഠന്മാരെ അവിടുന്ന് കൈവച്ചില്ല. അവർ ദൈവത്തെ ദർശിച്ചു. അനന്തരം അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നീ മലയിലേക്ക് എന്റെ സമീപത്തേക്ക് കയറി വന്ന് അവിടെ ആയിരിക്കുക. അവരെ പഠിപ്പിക്കാൻ ഞാൻ എഴുതിയ കൽപ്പലകകൾ, നിയമവും കൽപ്പനയും ഞാൻ നിനക്കു തരാം. മോശയും അവന്റെ ശുശ്രൂഷയായ ജോഷുവയും എഴുന്നേറ്റു. മോശ ദൈവത്തിന്റെ മലയിലേക്ക് കയറി. ശ്രേഷ്ഠന്മാരോട് അവൻ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ പക്കലേക്ക് മടങ്ങി വരുന്നതുവരെ നിങ്ങൾ ഞങ്ങൾക്കായി ഇവിടെ കാത്തിരിക്കുവിൻ. ഇതാ അഹറോനും ഹൂറും നിങ്ങളോട് കൂടെയുണ്ടല്ലോ. പ്രശ്നങ്ങളുള്ളവൻ അവരെ സമീപിക്കട്ടെ. മോശ മലയിലേക്ക് കയറി. അപ്പോൾ മേഘം മലയെ ആവരണം ചെയ്തു. കർത്താവിന്റെ മഹത്വം സീനായ് മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് മേഘം അതിനെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘമധ്യത്തിൽ നിന്ന് അവിടുന്ന് മോശയെ വിളിച്ചു. മലമുകളിലെ കർത്താവിന്റെ മഹത്വ ദർശനം ഇസ്രായേലിയരുടെ നയനങ്ങൾക്ക് ദഹിപ്പിക്കുന്ന അഗ്നി പോലെയായിരുന്നു. മോശ മേഘത്തിന്റെ ഉള്ളിലൂടെ ചെന്ന് മലയിലേക്ക് കയറി. 40 പകലും 40 രാവും മോശ മലയിലായിരുന്നു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം. കർത്താവ് മോശയോട് ഇപ്രകാരം പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരു കാണിക്കയെടുക്കുന്നതിന് നീ ഇസ്രായേലിയരോട് ആവശ്യപ്പെടുക. ഹൃദയത്തിൽ പ്രചോദിതരാകുന്ന ഓരോരുത്തനിൽ നിന്നും എനിക്കുള്ള കാണിക്ക നിങ്ങൾ സ്വീകരിക്കുവിൻ. അവരിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കേണ്ട കാണിക്ക ഇതാണ്: സ്വർണം, വെള്ളി, പിച്ചള, നീല ധൂമ്ര കടും ചെമപ്പു നൂലുകൾ, ചണനൂലുകൾ, കോലാട്ടിൻ രോമം, ഊറക്കിട്ട മുട്ടാടിൻ തോലുകൾ, നിലക്കരടിത്തോലുകൾ, കരുവേലത്തടികൾ, ദീപത്തിനുള്ള എണ്ണ, അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനുമുള്ള സുഗന്ധദ്രവ്യങ്ങൾ, പ്രധാന യങ്കിക്കും ഉരസ്ത്രാണത്തിനുമുള്ള ഗോമേതക രത്നങ്ങൾ, പൂരണരത്നങ്ങൾ എന്നിവയാണ്. അവർ എനിക്കായി ഒരു വിശുദ്ധ നിവാസം പണിയട്ടെ. അപ്പോൾ ഞാൻ അവരുടെ മധ്യേ വാസമാക്കും. ഞാൻ നിനക്ക് കാണിച്ചു തരുന്നതെല്ലാം ആലയത്തിന്റെ മാതൃകയും അതിലെ ഉപകരണങ്ങളുടെ മാതൃകയും അനുസരിച്ച് അതേ പ്രകാരം നിങ്ങൾ നിർമ്മിക്കണം.
അവർ ഒരു കരുവേലത്തടിയുടെ പേടകമുണ്ടാക്കണം. അതിന്റെ നീളം 2.5 മുഴം, വീതി 1.5 മുഴം, ഉയരം 1.5 മുഴം. നീ അത് ശുദ്ധസ്വർണം പൊതിയണം. അകവും പുറവും പൊതിയണം. അതിനുമീതെ ഒരു സ്വർണ അരികുപട്ട ചുറ്റും പിടിപ്പിക്കണം. അതിനായി നീ 4 സ്വർണ വളയങ്ങൾ വാർക്കണം. അതിന്റെ 4 കീഴ്പ്പടികളിന്മേൽ 2 വളയങ്ങൾ ഒരു വശത്തും 2 വളയങ്ങൾ മറുവശത്തുമായി നീ ഉറപ്പിക്കണം. കരുവേലത്തടിയുടെ തണ്ടുകൾ ഉണ്ടാക്കി നീ അവ സ്വർണം പൊതിയണം. അവ കൊണ്ട് പേടകം സംവഹിക്കേണ്ടതിന് പേടകത്തിന്റെ പാർശ്വങ്ങളിലെ വളയങ്ങളിൽ നീ തണ്ടുകൾ കടത്തണം. തണ്ടുകൾ പേടകത്തിന്റെ വളയങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കണം. അവ അതിൽ നിന്ന് മാറരുത്. ഞാൻ നിനക്ക് തരാൻ പോകുന്ന സാക്ഷ്യഫലകം പേടകത്തിൽ നിക്ഷേപിക്കണം. ശുദ്ധസ്വർണത്തിന്റെ ഒരു കൃപാസനമുണ്ടാക്കണം. അതിന്റെ നീളം 2.5 മുഴം, വീതി 1.5 മുഴം. നീ 2 സ്വർണ കെരൂബുകളെ ഉണ്ടാക്കണം. കൃപാസനത്തിന്റെ 2 അറ്റത്തുമായി നീ അവ അടിച്ചു പണിത് രൂപപ്പെടുത്തണം. ഒരു കെരൂബിനെ അങ്ങേയറ്റത്തും മറ്റേ കെരൂബിനെ ഇങ്ങേയറ്റത്തുമായി നീ ഉണ്ടാക്കുക. കൃപാസനത്തിന്മേൽ 2 അറ്റത്തുമായാണ് നിങ്ങൾ കെരൂബുകളെ ഉണ്ടാക്കേണ്ടത്. കെരൂബുകൾ മുകളിലേക്ക് ചിറകുകൾ വിരിച്ച് അവയുടെ ചിറകുകൾ കൊണ്ട് കൃപാസനത്തിന് മേലാപ്പൊരുക്കണം. അവ ഒന്നിനൊന്ന് അഭിമുഖമായിരിക്കണം. അവയുടെ മുഖങ്ങളാകട്ടെ കൃപാസനത്തിനു നേർക്കും. പേടകത്തിന്മേൽ നിന്ന് മുകളിലേക്ക് കൃപാസനം സ്ഥാപിക്കണം. ഞാൻ നിനക്ക് തരാൻ പോകുന്ന സാക്ഷ്യഫലകം പേടകത്തിനുള്ളിൽ നിക്ഷേപിക്കണം. അവിടെ ഞാൻ നീയുമായി സമാഗമിക്കും. കൃപാസനത്തിനു മേൽ നിന്ന് സാക്ഷ്യപേടകത്തിനു മീതെയുള്ള 2 കെരൂബുകളുടെ മധ്യേ നിന്ന് ഇസ്രായേലിയർക്കായി ഞാൻ നിന്നെ ചുമതലപ്പെടുത്തുന്നതെല്ലാം നിന്നോട് ഞാൻ പ്രഖ്യാപിക്കും. നീ കരുവേലത്തടിയുടെ ഒരു മേശയുണ്ടാക്കണം. അതിന്റെ നീളം 2 മുഴം, വീതി 1 മുഴം, ഉയരം 1.5 മുഴം. നീ അത് ശുദ്ധസ്വർണം പൊതിയണം. അതിന് സ്വർണ അരികുപട്ട ചുറ്റും പണിയുകയും വേണം. അതിന് കൈപ്പത്തിയുടെ വീതിയുള്ള ഒരു ചട്ടം ചുറ്റുമുണ്ടാക്കണം. ചട്ടത്തിന് സ്വർണ അരികുപാളിയും ചുറ്റും പണിയണം. അതിന് 4 സ്വർണ വളയങ്ങൾ ഉണ്ടാക്കണം. വളയങ്ങൾ അതിന്റെ 4 കാലുകൾക്കുള്ള 4 മൂലകളിലായി പിടിപ്പിക്കണം. മേശ ചുമന്നുകൊണ്ടു പോകാൻ തണ്ടുകൾക്ക് കുഴകളായി വളയങ്ങൾ ചട്ടത്തോട് ചേർന്നിരിക്കണം. കരുവേലത്തടിയുടെ തണ്ടുകൾ ഉണ്ടാക്കി നീ അവ സ്വർണം പൊതിയണം. അവ കൊണ്ടാണ് മേശ സംവഹിക്കപ്പെടേണ്ടത്. അതിനുള്ള താലങ്ങളും തളികകളും കലശങ്ങളും പാനീയമൊഴിച്ചു വെക്കുന്നതിനുള്ള ചഷകങ്ങളും ഉണ്ടാക്കണം. ശുദ്ധസ്വർണം കൊണ്ട് നീ അവ ഉണ്ടാക്കണം. സാന്നിധ്യത്തിന്റെ അപ്പം നീ എന്റെ മുൻപാകെ എപ്പോഴും മേശമേൽ വച്ചിരിക്കണം. ശുദ്ധസ്വർണത്തിന്റെ ഒരു വിളക്കുകാൽ നീ ഉണ്ടാക്കണം. അടിച്ചുപണിയായാണ് വിളക്കുകാൽ നിർമ്മിക്കപ്പെടേണ്ടത്. അതിൽ നിന്നു തന്നെയായിരിക്കണം അതിന്റെ ചുവടും അതിന്റെ തണ്ട്, മുട്ടുകൾ, മുകുളങ്ങൾ എന്നിവയും അതിന്റെ പുഷ്പങ്ങളും. അതിന്റെ വശങ്ങളിൽ നിന്ന് 6 ശിഖരങ്ങൾ പുറപ്പെടുന്നു. വിളക്കുകാലിന്റെ ഒരു വശത്തു നിന്ന് 3 ശിഖരങ്ങൾ, വിളക്കുകാലിന്റെ 2-ാമത്തെ വശത്തു നിന്ന് 3 ശിഖരങ്ങൾ. ഒരു ശിഖരത്തിൽ മുകുളവും പുഷ്പവുമുള്ള 3 മുട്ടുകൾ, അവയ്ക്ക് ബദാം പുഷ്പാകൃതി. അടുത്ത ശിഖരത്തിൽ മുകുളവും പുഷ്പവുമുള്ള 3 മുട്ടുകൾ, അവയ്ക്ക് ബദാം പുഷ്പാകൃതി. വിളക്കുതണ്ടിൽ നിന്നും പുറപ്പെടുന്ന 6 ശിഖരങ്ങൾക്കും അപ്രകാരം തന്നെ. വിളക്കുതണ്ടിന്മേലാകട്ടെ 4 മുട്ടുകൾ, അതിന്റെ മുകുളത്തിനും പുഷ്പത്തിനും ബദാം പുഷ്പാകൃതി. അതിൽ നിന്നുള്ള ഒരു ജോഡി ശിഖരങ്ങളുടെ ചുവട്ടിൽ ഒരു മുകുളം, അതിൽ നിന്നുള്ള അടുത്ത ജോഡി ശിഖരങ്ങളുടെ ചുവട്ടിൽ ഒരു മുകുളം, അതിൽ നിന്നുള്ള അടുത്ത ജോഡി ശിഖരങ്ങളുടെ ചുവട്ടിൽ ഒരു മുകുളം. അങ്ങനെ വിളക്കുതണ്ടിൽ നിന്ന് പുറപ്പെടുന്ന 6 ശിഖരങ്ങൾ. അതിൽ നിന്നായിരിക്കണം അവയുടെ മുകുളങ്ങളും ശിഖരങ്ങളും. അത് മൊത്തം ശുദ്ധസ്വർണത്തിന്റെ ഒരു അടിച്ചുപണിയായിരിക്കണം. അതിന്റെ 7 ചെരാതുകൾ നീ ഉണ്ടാക്കണം. അതിന്റെ പ്രതലത്തിനപ്പുറത്തേക്ക് പ്രകാശം പ്രസരിപ്പിക്കത്തക്ക വിധം ചെരാതുകൾ ഉയർത്തി സ്ഥാപിക്കണം. അതിന്റെ ചവണകളും തട്ടങ്ങളും ശുദ്ധസ്വർണമായിരിക്കണം. 1 താലന്ത് ശുദ്ധസ്വർണം കൊണ്ട് ഈ സകല ഉപകരണങ്ങളോടും കൂടെ അതുണ്ടാക്കട്ടെ.
മലയിൽ വച്ച് നിനക്കു ദൃശ്യമാക്കിയ അവയുടെ മാതൃകയിൽ നിർമ്മിക്കാൻ നീ ശ്രദ്ധിക്കുക. 52 സങ്കീർത്തനം. അല്ലയോ വമ്പനായ മനുഷ്യ, തമ്പുരാന്റെ കരുണ ദിനം മുഴുവൻ ഉണ്ടായിരിക്കെ തിന്മയിൽ നീ എന്തിനഹങ്കരിക്കുന്നു? വഞ്ചന ചെയ്യുന്നവനെ നീ വിനാശം നിരൂപിക്കുന്നു. നിന്റെ നാവ് മൂർച്ചയുള്ള കത്തി പോലെയാണ്. നീ നന്മയേക്കാൾ തിന്മ ഇഷ്ടപ്പെടുന്നു, നീതി സംസാരിക്കുന്നതിനേക്കാൾ വ്യാജവും. വഞ്ചനയുടെ നാവേ, വിനാശവചനങ്ങളെല്ലാം നീ ഇഷ്ടപ്പെടുന്നു. നിന്നെ തമ്പുരാൻ തന്നെ എന്നേക്കുമായി തകർക്കും. അവിടുന്ന് നിന്നെ കൂടാരത്തിൽ നിന്ന് തട്ടിയെടുത്ത് ചീന്തിക്കളയും. ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് അവിടുന്ന് നിന്നെ പിഴുതുകളയും. നീതിമാന്മാർ കാണുകയും ഭയപ്പെടുകയും ചെയ്യും. അവർ അവന്റെ മേൽ പരിഹാസം ചൊരിയും. ഇതാ ദൈവത്തെ തന്റെ സങ്കേതമായി കരുതാത്ത വമ്പൻ. സ്വന്തം സമ്പൽ സമൃദ്ധിയിൽ ഇവൻ ആശ്രയിച്ചു. സ്വന്തം വിനാശ പദ്ധതിയിലൂടെ ഇവൻ ശക്തിപ്പെട്ടു. ദൈവഭവനത്തിൽ ഇലതൂർന്ന ഒലിവുമരം പോലെയാണു ഞാൻ. ദൈവത്തിന്റെ കാരുണ്യത്തിൽ ഞാൻ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു. അങ്ങ് പ്രവർത്തിച്ചതുകൊണ്ട് അങ്ങേക്കു ഞാൻ എന്നും കൃതജ്ഞതയർപ്പിക്കും. ഞാൻ അങ്ങയുടെ നാമം കാത്തിരിക്കും. അങ്ങേ ഭക്തരുടെ മുൻപിൽ അത് ഉചിതമാണല്ലോ. 53 സങ്കീർത്തനം. ദൈവം ഇല്ല എന്ന് ഭോഷൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ ദുഷിച്ചിരിക്കുന്നു, മ്ലേച്ഛമായി പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്ന ആരുമില്ല. ദൈവത്തെ തേടുന്ന വിവേകിയുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നിരീക്ഷിക്കുന്നു. ഓരോരുത്തനും വഴിമാറി ഒന്നുപോലെ വഷളായി. നന്മ ചെയ്യുന്ന ആരുമില്ല, ഒരുവൻ പോലുമില്ല. ദുഷ്കർമ്മികൾ അറിയുന്നില്ലേ? എന്റെ ജനത്തെ ഭക്ഷിക്കുന്നവർ അപ്പം തിന്നുന്നു. ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല. ഭയം വേണ്ടാത്തിടത്ത് അവർ ഭയവിവശരായി. എന്തെന്നാൽ നിന്നെ ഉപരോധിച്ചവന്റെ അസ്ഥികൾ ദൈവം ചിതറിച്ചു. അവർ ലജ്ജിതരായി. ദൈവം അവരെ കൈവെടിഞ്ഞു. തീർച്ച ഇസ്രായേലിന്റെ രക്ഷ സിയോനിൽ നിന്ന് ഉണ്ടായെങ്കിൽ. ദൈവം തന്റെ ജനത്തിന്റെ അടിമത്തം നീക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേൽ സന്തോഷിക്കും. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ വീണ്ടും എത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ടെന്ന ശ്രുതി പരന്നു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്ത് അവന്റെ പക്കലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ കഴിയാതെ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ തങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവം ഒരുവനല്ലാതെ മറ്റാർക്കാണ് പാപം മോചിക്കാൻ സാധിക്കുക? അവർ ഇപ്രകാരം ചിന്തിക്കുന്നെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇക്കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം? തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക, നിന്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക. അവൻ എഴുന്നേറ്റ് ഉടനെ കിടക്കയെടുത്ത് എല്ലാവരും കാണുകെ പുറത്തേക്ക് പോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അവൻ വീണ്ടും കടൽ തീരത്തേക്ക് പോയി. ജനക്കൂട്ടം മുഴുവൻ അവന്റെ അടുത്തേക്ക് വന്നു.
അവൻ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ കടന്നുപോയപ്പോൾ ഹൽപ്പയുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. അവൻ അവന്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും അവന്റെയും ശിഷ്യന്മാരുടെയും കൂടെയിരുന്നു. കാരണം അവനെ അനുഗമിച്ചവർ നിരവധിയായിരുന്നു. അവൻ പാപികളോടും ചുങ്കക്കാരോടുമൊപ്പം ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഫരിസേയരിൽപ്പെട്ട ചില നിയമജ്ഞർ അവന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷിക്കുന്നതെന്ത്? ഇതു കേട്ട് യേശു അവരോട് പറഞ്ഞു, വൈദ്യനെ കൊണ്ട് ആവശ്യം ആരോഗ്യമുള്ളവർക്കല്ല, പ്രത്യുത രോഗികൾക്കാണ്. ഞാൻ വന്നത് നീതിമാന്മാരെയല്ല, പാപികളെ വിളിക്കാനാണ്. യോഹന്നാന്റെ ശിഷ്യന്മാരും ഫരിസേയരും ഉപവസിക്കുകയായിരുന്നു. ആളുകൾ വന്ന് യേശുവിനോട് ചോദിച്ചു, യോഹന്നാന്റെയും ഫരിസേയരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? യേശു അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ വിവാഹാതിഥികൾക്ക് ഉപവസിക്കാൻ സാധിക്കുമോ? മണവാളൻ കൂടെയുള്ളിടത്തോളം കാലം അവർക്ക് ഉപവസിക്കാനാകില്ല. മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന നാളുകൾ വരും. ആ നാളിൽ അവർ ഉപവസിക്കും. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ കഷണം തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തുന്നിപ്പിടിപ്പിച്ചത് പഴയതിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ കൂടുതൽ വലുതാകുകയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ വീഞ്ഞ് തോൽക്കുടങ്ങൾ പിളർക്കുകയും വീഞ്ഞും തോൽക്കുടങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും. പുതിയ വീഞ്ഞാകട്ടെ പുതിയ തോൽക്കുടങ്ങളിലാണ് വേണ്ടത്. ഒരു സാപത്തിൽ അവൻ വിളഞ്ഞുകിടക്കുന്ന ഒരു വയലിലൂടെ പോവുകയായിരുന്നു. പോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറിക്കാൻ തുടങ്ങി. ഫരിസേയർ അവനോട് പറഞ്ഞു, സാപത്തിൽ നിഷിദ്ധമായത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ ചോദിച്ചു, ദാവീദും അനുചരന്മാരും ഒന്നുമില്ലാതെ വിശന്നു വലഞ്ഞപ്പോൾ എന്തു ചെയ്തുവെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അബിയാഥാർ പ്രധാന പുരോഹിതനായിരിക്കെ ദാവീദ് ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിക്കുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ല. അവൻ അവരോട് പറഞ്ഞു, സാപത്ത് മനുഷ്യനു വേണ്ടിയാണ്, മനുഷ്യൻ സാപത്തിനു വേണ്ടിയല്ല. അതിനാൽ മനുഷ്യപുത്രൻ സാപത്തിന്റെയും കർത്താവാണ്. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.